മാരേജ് കഴിഞ്ഞിട്ടാകുമ്പോഴേക്കും ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോ അതിന് അമ്മ എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത്? അമ്മയോട് നേരിട്ട് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത്. ആ, മോളെ അത് ഈ ഒരേ കാറ്റഗറിയിലുള്ള കുട്ടികളാവുമ്പം ആ ഒരു ടൈപ്പ് കുട്ടിയെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. കാരണം ഇപ്പം നമ്മൾ കണ്ടെടുത്തോളം കേട്ടെടുത്തോളം വെച്ച് നോക്കുമ്പോൾ ഒരേ കാറ്റഗറി വരുമ്പം അതേ കാറ്റഗറി കുഞ്ഞ് തന്നെ ആയിരിക്കും ജനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായത്. ഓക്കെ. ഇത് പകരില്ല എന്നുള്ള പകരത്തില്ല രീതിയിൽ മോളെ, ഒരിക്കലും അത് പകരത്തില്ല. അത് അതാണ് എൻ്റെ ആളുകൾക്ക് വയറ്റിൽ അന്ന് കിടന്ന കുഞ്ഞല്ലേ. അറിയില്ലല്ലോ. ഇപ്പോ അല്ല, കുഞ്ഞിലെ എൻ്റെ ആവുമ്പോഴേക്കും വയറ്റിൽ കിടന്ന കുഞ്ഞല്ലേ, അപ്പം എൻ്റെ ദേഹത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവേണ്ടതല്ലേ. ഇപ്പോൾ എനിക്ക് വയസ്സ് 64 ആയില്ലേ, 24 വയസ്സിലെ കുഞ്ഞാവള്. അപ്പോൾ ഇതുവരെ എൻ്റെ ദേഹത്ത് ഒരു വ്യത്യാസങ്ങളും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് പകരുന്ന രോഗമല്ല. പിന്നെ അന്ന് ഡോക്ടർ പൈലി, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, പൈലി ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഇത് കുഞ്ഞുങ്ങൾക്ക് പകരുന്ന രോഗമല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കുഞ്ഞിനെ വളർത്താനുള്ള ശ്രമമാണെങ്കിൽ ധൈര്യമായിട്ട് വളർത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് വളർത്തിയത്. ഇത്രയും കാലമായിട്ടും ആർക്കും അവളിൽ നിന്ന് ഈ രോഗം പകർന്നിട്ടില്ല.